നമസ്കാരം. ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായി. ബോബി ചെമ്മണ്ണൂരിനെ അതിവിദഗ്ധമായ രീതിയിൽ കേരള പോലീസ് പിടികൂടി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകും. അപ്പോൾ നമുക്കിവിടെ ഈ സമൂഹത്തിന് ചോദിക്കാനുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. അതായത് ബോബി ചെമ്മണ്ണൂർ കാണിച്ച പ്രക്രിയ തെറ്റ് തന്നെയാണ്. ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ തെറ്റ് തന്നെയാണ്. നടിയുടെ പരാതിക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള വ്യാപ്തിയുണ്ട്, അതിന്മേൽ നടപടിയുണ്ട്, എല്ലാം ശരിയാണ്. ഇവിടെ സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, ഹേമ കമ്മിറ്റി. അത് തൊഴിലിടത്തിൽ സിനിമയിൽ തന്നെ സ്ത്രീകൾക്ക് തൊഴിലിടത്തിലെ സ്വാതന്ത്ര്യം അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി സർക്കാർ വളരെ വിപ്ലവാത്മകമായി എടുത്ത ഒരു തീരുമാനം. ആ തീരുമാനത്തിന് അറുതി എന്നോണം ആ റിപ്പോർട്ട് കാലങ്ങളോളം കയ്യിൽ വെച്ചിരുന്ന ആ റിപ്പോർട്ട് പുറത്തുവിടാതെ നിരന്തരമായ മറ്റു പ്രേരണകളുടെ കോടതി ഇടപെടലിൻ്റെ ഒക്കെ ഫലമായി ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ശേഷം ഒരു അന്വേഷണ സംഘത്തെ വരെ സർക്കാർ വെച്ചു. SIT എന്നൊരു സ്പെഷ്യൽ ഒരു പ്രത്യേക ടീമിനെ വെച്ചു. എന്നിട്ട് ഒരു പ്രമുഖ നടനെതിരെ ഇന്നലെ ഈ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായിക്ക് എതിരെ ഉണ്ടായ ആരോപണത്തെക്കാൾ കടുത്ത ആരോപണം ഉണ്ടായിട്ട് ആ നടൻ ഈ പറയുന്ന നഗരത്തിൽ തന്നെ പോലീസിൻ്റെ ഈ അന്വേഷണ സംഘത്തിൻ്റെ മൂക്കിന് കീഴെ ഉണ്ടായിരുന്നിട്ട് അന്ന് എന്തേ ഈ പോലീസ് സംഘം ആ നടനെ പിടികൂടിയില്ല? അപ്പോൾ അതിൽ ആ നടനെ പിടികൂടാത്തതിലോ ആ നടനെ ചോദ്യം ചെയ്യാത്തതിലോ അല്ലെങ്കിൽ ആ നടനെ പോലെ ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ആ നടന് ഹൈക്കോടതി ജാമ്യം നിഷേധിക്കുന്നു, സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്നത് വരെ ഇവിടുത്തെ പോലീസ് ഒന്നും ചെയ്തില്ല. അപ്പോൾ ഈ വ്യവസായിയെ ഇന്നലെ പിടികൂടുന്നതിൽ ഈ കാണിച്ച വേഗതയും അദ്ദേഹത്തെ പിടികൂടിയതിലെ കഴിവും ഒക്കെ ഈ കാര്യവും ഇതുമായി നാം കൂട്ടി വായിച്ച് നോക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു പോലീസ് ഈ അറസ്റ്റിൽ കണ്ട ഈ പറയുന്ന വ്യവസായിയെ അറസ്റ്റ് ചെയ്യുന്നതിൽ കണ്ട മെരിറ്റ് എന്തായിരുന്നു? ഇത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്ന മെരിറ്റ് എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയേണ്ടതല്ലേ? ഏതായാലും ഇന്നലെ വൈകുന്നേരം ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളത്ത് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന വേളയിൽ ആ അറസ്റ്റിന് ഒരു വാദം ഉണ്ട് എന്നതുപോലെ ഈ നടി നൽകിയ പരാതിയിന്മേൽ, ആ നടിയുടെ വാദത്തിന്മേൽ അവിടെ ഞങ്ങൾ കണ്ട രണ്ട് വ്യക്തികൾ, അവർ ഇതുപോലെ ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഈ നടി നടത്തിയ പരാമർശത്തിൽ എന്തൊക്കെയാണ് വസ്തുതകളുള്ളത്, അതിലെ തെറ്റുകളും കുറ്റങ്ങളും എന്തൊക്കെയാണ് എന്ന് ഒരു ഭർത്താവും ഭാര്യയും, അവർ യൂട്യൂബേഴ്സ് ആണ് എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്ന എനിക്ക് അവരാരാണെന്ന് ശരിക്കും മനസ്സിലായില്ലെങ്കിലും അവരെ ഒരു സൈഡ് സ്റ്റോറി എന്ന രീതിയിൽ ഞങ്ങൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റിൻ്റെ വിഷ്വൽസ് എടുക്കാനായി അവിടെ പോകുമ്പോൾ ഈ രണ്ട് വ്യക്തികൾ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവിടെ ഉണ്ടായിരുന്നു. ഈ നടി നൽകിയിരിക്കുന്ന പരാതിയിൽ ഇന്ന വശങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതാണ് ഇതിനകത്തെ വസ്തുതകൾ എന്ന് അവർ പറയുന്നുണ്ട്. എനിക്ക് ശരിക്കും പ്രേക്ഷകർ ക്ഷമിക്കുക, ഈ പറയുന്ന ആ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് പറയുന്നു. എനിക്ക് അവരെ ശരിക്കും അറിയില്ല, അവരാരാണ്, അവർ യൂട്യൂബറാണ് എന്നാണ് എനിക്ക് പിന്നീട് അവിടെ കൂടിയവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ആ വ്യക്തി പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വളരെ കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിച്ചത്. ഈ അറസ്റ്റിനെ തുടർന്നുണ്ടായ ഒരു മീഡിയയിൽ നിറഞ്ഞു നിൽക്കൽ, ബോബി ചെമ്മണ്ണൂർ ബോച്ചെ എന്ന ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായി, പോലീസ് അതിവിദഗ്ധമായി അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയ്ക്കൊപ്പം ഇതിൻ്റെ ഒരു മറുവശവും കൂടി നാം അറിയേണ്ടതല്ലേ? ഇതൊക്കെയാണ് നടിയുടെ പരാതിയിന്മേലുള്ളത്. എന്തൊക്കെയാണ് ആ നടി നൽകിയിരിക്കുന്ന പരാതിയിൽ ഉള്ള കാര്യങ്ങൾ എന്ന് ഈ വ്യക്തി പറയുന്നത് കൂടെ നമുക്കൊന്ന് കേൾക്കാം. ഫോട്ടോ ഇടണം എന്നുള്ള അവരുടെ തീരുമാനമാണ്. ആ നടിക്ക് ലൈംഗിക ദാരിദ്ര്യം എന്താണെന്ന് അറിയത്തില്ല. സെക്ഷൽ പൊവേർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കോ എനിക്കോ ഒക്കെ ഒന്നുകിൽ ഭാര്യയായിട്ടോ ഗേൾഫ്രണ്ടായിട്ടോ പെയ്ഡ് സെക്സ് ആയിട്ടോ ഒക്കെ സെക്സ് നമുക്ക് അല്ലെങ്കിൽ ഓൺലൈനിലോ ഒക്കെ ലഭ്യമാണ്. എന്നാൽ ഇതുപോലും അവൈലബിൾ അല്ലാത്ത ആളുകളുണ്ട്. അവരാണ് സെക്ഷൽ പൊവേർട്ടി അനുഭവിക്കുന്ന ആളുകൾ. അപ്പം അവർ പറഞ്ഞത് ലൈംഗിക താല്പര്യമുള്ള ആളുകളെക്കുറിച്ചാണ് അവർ പറഞ്ഞത്. ഓക്കെ, ലൈംഗിക താല്പര്യം വേറെയാണ്, സെക്ഷൽ പൊവേർട്ടി വേറെയാണ്. എനിക്കിപ്പോൾ ഒരാളുടെ താല്പര്യം തോന്നി, എനിക്കിപ്പോൾ എൻ്റെ ഭാര്യയോട് ലൈംഗിക താല്പര്യം ഇന്ന് തോന്നി, അവൾക്കതിന് താല്പര്യമില്ല എന്ന് നോ പറഞ്ഞു കഴിഞ്ഞാൽ ആ നോയാണ്. അതാണ് കൺസെൻറ്റ് എന്ന് പറയുന്നത്.
ഈവൻ ഇപ്പം ഞാനും നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ പോലും നിങ്ങൾ ബൈറ്റ് തരുമോ, സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച കൺസെൻറ്റോട് കൂടിയാണ് സംസാരിക്കുന്നത്. അല്ലാതെ ഞാൻ പോകുന്ന വഴിക്ക് നേരെ ചേട്ടാ 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 എന്ന് പറയുന്നത് അത് തെറ്റാണ്. അതാണ് കടന്നുകയറ്റം എന്ന് പറയുന്നത്. അത് ആ നടിയോട് ഒന്നേ റിക്വസ്റ്റ് ഉള്ളൂ ഞങ്ങൾക്ക്, അവർ സെക്ഷൽ പുവേർട്ടി എന്താണെന്നുള്ളത് പഠിക്കുക, ആ സെക്ഷൽ പുവേർട്ടി എന്താണെന്നുള്ള തെറ്റായ ധാരണ അവർ മാറ്റുക. ലൈംഗിക താല്പര്യമോ ലൈംഗിക വാസനയോ ലൈംഗിക ആവശ്യം നിറവേറ്റണമെന്നുള്ള ആഗ്രഹമോ സെക്ഷൽ പുവേർട്ടി അല്ല. അത് അത്തരം ആഗ്രഹങ്ങൾ നിറവേറ്റാൻ യാതൊരു ഓപ്ഷൻസും ലഭിക്കാത്ത ആളുകൾ, അവസരമില്ലാതെ ആ ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളെയാണ് സെക്ഷൽ പൊവേർട്ടി അല്ലെങ്കിൽ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവർ എന്ന് പറയുന്നത്. സോ ആ നടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് തികച്ചും തെറ്റാണ് എന്നാണ് പറയാനുള്ളത്.